ഹായ് ഓൾ, വെൽക്കം ടു സെറ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിലുള്ള ഒരു മോളിക്യൂളിലുള്ള ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് കാരണം ആ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന റിയാക്ടിവിറ്റി ചേഞ്ചസ്, ആ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന സ്റ്റെബിലിറ്റി ചേഞ്ചസ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, മീസോമെറിക് എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോമെറിക് എഫക്റ്റ് തുടങ്ങിയവയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട്, അതായത് എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ പാർഷ്യൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. ഓക്കെ, പാർഷ്യൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്ന് വിശദമായിട്ട് നമ്മൾ നോക്കും. അതുപോലെ ഇതെന്തായിരിക്കാം, ഒന്നുകിൽ പെർമനന്റ് ആയിരിക്കും, ഐദർ പെർമനന്റ് ഓർ ടെമ്പററി. ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഒന്നുകിൽ പെർമനന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടെമ്പററി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിലേക്ക് പോവാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സിഗ്മ ബോണ്ടിന്റെ പോളറൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സിസ്റ്റം സങ്കല്പിക്കുക, അതായത് സി 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 എക്സ് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എക്സ് എന്നത് ഏതെങ്കിലും ഒരു ഹാലജൻ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ്. ഞാൻ ഈ സി 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 എന്ന് എഴുതിയെടുത്ത് ഞാൻ വേറെ ഹൈഡ്രജൻ ഒന്നും ഇട്ടിട്ടില്ല, ഹൈഡ്രജൻ നിങ്ങൾ ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഞാൻ കൈ സി എന്ന് എഴുതുന്നു. കൈ എന്നാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഈ ഹാലജൻ ഗ്രൂപ്പിനെക്കാളും കുറവാണ്. ഓക്കെ, കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹാലജൻ ഗ്രൂപ്പിനെക്കാളും കുറവാണ്. അങ്ങനെ പറയുമ്പോൾ ഈ എക്സിന്റെ ഭാഗത്ത്, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടുതൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഫ്ലൂറിനും, ക്ലോറിനും, ബ്രോമിനും, അയഡിനും ഒക്കെ ആ കഴിവ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്ന് കരുതുക. ഓക്കെ, ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് കാർബണിനെക്കാളും കൂടുതലാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എക്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോണിനെ കൂടുതലായും എക്സിന്റെ ഭാഗത്തേക്ക് വലിക്കാനുള്ള ടെൻഡൻസി എക്സിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ സമയത്ത് അവിടെ എന്ത് നടക്കും? സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു ബോണ്ട് ആയിരുന്നു സി എക്സ് എന്ന് പറയുന്ന ബോണ്ട്. പക്ഷേ എക്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിനെക്കാളും കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ കാർബണിൽ നിന്നും ഇലക്ട്രോണുകൾ അങ്ങോട്ടേക്ക് വലിക്കാനുള്ള, എക്സിന്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. ഇതൊക്കെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടുണ്ടാക്കിയ ബോണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എക്സിന്റെ അടുത്തേക്ക് അടുപ്പിച്ചല്ലോ, ആ അടുപ്പിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടായി? അവിടെ പോളറൈസേഷൻ ഉണ്ടായി. പോളറൈസേഷന് പാർഷ്യൽ ചാർജ് അറൈസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഇലക്ട്രോണുകൾ അടുത്തേക്ക് അടുപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഞാൻ ഡെൽറ്റ മൈനസ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്, ഡെൽറ്റ മൈനസ്. ഓക്കെ, എന്നാൽ കാർബൺ എന്തായി? കാർബണിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രോണുകൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ എന്തായി? ആ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായി. അതിന് ഞാൻ ഡെൽറ്റ പ്ലസ് എന്ന് എഴുതി. ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെ ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും ഉണ്ടായി. ഓക്കെ, ഇനി ഒരിക്കൽ കൂടെ ഞാനിത് വരക്കാം. ഒരു 4 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, 4 കാർബൺ ആറ്റം ഉണ്ട്. അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഒരാളെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് ഡെൽറ്റ മൈനസ് വന്നു. ഒന്നാമത്തെ കാർബൺ ഞാനിത് C1, C2, C3, C4 എന്ന് എഴുതുന്നു.
ഓക്കെ, C1, C2, C3, C4 എന്ന് എഴുതുന്നു. അപ്പൊ ഇയാൾക്ക് എന്ത് കിട്ടി? C1ന് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടി. C2ന് എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും C2 ആരോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്? C1ഉമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ C1 ആരുമായി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്? Xുമായി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. എക്സ് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ വലിച്ചു, C1ലെ ഇലക്ട്രോണിനെ വലിച്ചു. സ്വാഭാവികമായിട്ടും ഇലക്ട്രോണും കൂടെ അങ്ങോട്ടേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. തെറിക്കലല്ല, അങ്ങോട്ടേക്ക് അടുപ്പിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. C2ൻ്റെതും കൂടി ഉണ്ട്. അപ്പോ പക്ഷെ അത്രക്കില്ല, C1ന്റെ അത്രക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ഡെൽറ്റ പ്ലസ്. ഓക്കെ, ഇതേ എഫക്റ്റ് C3ലും ഉണ്ടാവും. ഡെൽറ്റ 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 പ്ലസ്. C4ലും ഉണ്ടാവും. ഡെൽറ്റ 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 പ്ലസ്. അതായത് C3യിൽ നിന്നും C4ൽ നിന്നും C2ൽ നിന്നും C1ൽ നിന്നും Xലേക്ക് ഇലക്ട്രോണുകൾ അടുത്ത് പോവാൻ സാധ്യതയുണ്ട് എന്നല്ല, അടുത്ത് പോകും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് C1 ആയതുകൊണ്ട് C1ലെ ഇലക്ട്രോണുകളെ കൂടുതൽ പുൾ ചെയ്യാനാണ് താല്പര്യം എക്സിന്, C2നെക്കാളും C3നെക്കാളും C4നെക്കാളും. വിച്ച് മീൻസ് ഈ എഫക്റ്റ് എന്ന് പറയുന്നത്, ഈ എക്സ് കൊണ്ടുണ്ടാവുന്ന ഈ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ ദൂരം കൂടുന്തോറും ഈ എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഒരു സിഗ്മ ബോണ്ടിന്റെ പോളറൈസേഷൻ കാരണം ഉണ്ടാവുന്ന, അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അതിനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് കൊണ്ട്, അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവാം, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവാം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്തുള്ള എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒരു പെർമനന്റ് എഫക്റ്റാ. അതായത് നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിൽ വേറെ ആരുമില്ല, പുറത്തു നിന്നുള്ള ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ തമ്മിൽ ഉണ്ടാവുന്ന മാനസിക സംഘർഷത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എഫക്റ്റ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ് എന്നൊരു പോയിന്റ് കൂടെ നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്നാണ് പറഞ്ഞത് അല്ലെ? എക്സ് എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്നാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞത്. ഇനി കണ്ടോ, സി 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 ഇവിടെ ഞാൻ വൈ എന്ന് പറയുന്ന ഒരാളെ എടുത്തു. ഓക്കെ, നേരത്തെ എക്സ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ വൈ എന്ന് പറയുന്ന ഒരാളെ എടുത്തു. ഈ വൈ എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, കൈ വൈ എന്ന് പറയുന്നത് ആരുടേതിനേക്കാളും കൂടുതലാണ്, കുറവാണ്, കാർബണിനേക്കാളും കുറവാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? കാർബൺ ആണ് വൈനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത്. ആ സമയത്ത് കാർബൺ അങ്ങോട്ടേക്ക് വലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ വൈ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, വൈ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വൈക്ക് ഡെൽറ്റ മൈനസും വൈക്ക് ഡെൽറ്റ പ്ലസും കാർബണിന് ഡെൽറ്റ മൈനസും വരും. ഓക്കെ, അടുത്ത കാർബണിന് ഡെൽറ്റ ഡെൽറ്റ മൈനസ്, അടുത്തതിന് ഡെൽറ്റ 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 മൈനസ്, അടുത്തതിന് ഡെൽറ്റ 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 മൈനസ്, ഇങ്ങനെ വരും. ഓക്കെ, അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇലക്ട്രോണുകൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ കേസിൽ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് രണ്ട് ടൈപ്പിൽ വരുന്നു. ആ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ടൈപ്പ്: മൈനസ് ഐ എഫക്റ്റ്, മറ്റൊന്ന് പ്ലസ് ഐ എഫക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് എഫക്റ്റ് ആണ് വരുന്നത്, മൈനസ് ഐ എഫക്റ്റും പ്ലസ് ഐ എഫക്റ്റും. മൈനസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കണം എന്ന് മാത്രമല്ല, ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വലിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിരിക്കണം. മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സും പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സും ആണ്. ഓക്കെ, അപ്പോ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സിനും എക്സാമ്പിൾ പറയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് NO2 ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, അതുപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ,
OCH3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബെൻസൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ ഓർഡർ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് ഇലക്ട്രോണുകളെ അത് എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ നിന്നും വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും. ആ സമയത്ത് എന്ത് എഫക്റ്റ് ഉണ്ടാവും? -I എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, -I എഫക്റ്റ് ഉണ്ടാവും. ഇനി ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ കേസ് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ കേസിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ +I എഫക്റ്റ് സംഭവിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ സമയത്ത് +I എഫക്റ്റ് സംഭവിക്കും. +I എഫക്റ്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ സമയത്ത്. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ +I എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. +I എഫക്റ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഗ്രൂപ്പാ കാണിക്കാൻ നോക്കാം. ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഇലക്ട്രോൺ റിലീസിങ് കാരണം ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് എന്ത്? +I എഫക്റ്റ്. അപ്പോ CH3 ത്രൈസ് C. ഓക്കെ, അതുപോലെ CH3 ട്വൈസ് CH ഗ്രൂപ്പ്, CH3 CH2 CH3. ഇതൊക്കെ എന്താ? ഇതൊക്കെ ആൽക്കൈൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യും? സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കും. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? +I എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ് എഫക്റ്റ് അത് ഇൻഹെറന്റ് ആണ്. ആ മോളിക്യൂളില് ആ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് +I ഗ്രൂപ്പോ -I ഗ്രൂപ്പോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഈ എഫക്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് എഫക്റ്റ് ആണ്. അത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഇതെന്താണ്? ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ്. ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ I എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ത് ചെയ്യും? അതിന്റെ ഇൻഫ്ലുവൻസ് കുറയും. ഓക്കെ, ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ്. അപ്പൊ പ്രധാനമായിട്ടും ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റിയിട്ട് ബേസിക് ഔട്ട്ലൈൻ ഇതാണ്. ഇതിന്റെ അപ്ലിക്കേഷൻസ് എവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് നോക്കാനുണ്ട്. എവിടെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്? എക്സ്പ്ലനേഷൻ ഓഫ് effect of substituent on acidity of aliphatic carboxylic acid. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു അസറ്റിക് ആസിഡ് കൺസിഡർ ചെയ്യാം. CH3 C ഡബിൾ ബോണ്ട് OH. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോറോ അസറ്റിക് ആസിഡ് കൺസിഡർ ചെയ്യുന്നു. Cl CH2 C ഡബിൾ ബോണ്ട് OH. ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക എന്നത് നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതിനായിരിക്കും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക? ഏതിനായിരിക്കും ഉണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റിക് ആസിഡ്, ഇതാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എടുത്തു. അസറ്റിക് ആസിഡിൽ നിന്നും ഒരു H+ കൊടുക്കണം. ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഈ H+ കൊടുക്കുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ നിന്നും ഈ OH നിന്നും ഒരു H അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ആ സമയത്ത് അവിടെ എന്ത് കിട്ടും? ഒരു അസറ്റേറ്റ് അയോൺ കിട്ടും. CH3 C ഡബിൾ ബോണ്ട് O-. ഓക്കെ, ഇതാണ് അസറ്റേറ്റ് അയോൺ. എന്താണ് അസറ്റേറ്റ് അയോൺ? ഇനി ക്ലോറോ അസറ്റിക് ആസിഡിൽ നിന്നും ഒരു H+ പോകുന്ന സമയത്ത് അവിടെ ക്ലോറോ അസറ്റേറ്റ് അയോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെ ആ ക്ലോറോ അസറ്റേറ്റ് അയോൺ അവിടെ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ എന്താണ് നോക്കി? ഇവിടെയുള്ള ഗ്രൂപ്പുകൾ എന്ന് നോക്കി. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പാണ്. ഇവിടെ ഒരു ക്ലോറോ മീഥൈൽ ഗ്രൂപ്പ്. Cl CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യണം.
ഈ സിസ്റ്റത്തിനെ ആരാണ് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ചു നോക്കാം. CH3 C ഡബിൾ ബോണ്ട് O മൈനസ്. ഓക്കെ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഒരു റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും, CO മൈനസ് ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇതുപോലെ നമുക്ക് ക്ലോറോ അസറ്റൈലിലും കിട്ടും. ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജിന്റെ സ്റ്റെബിലൈസേഷൻ കൂട്ടുന്നത് ആരാണ്? അതായത് ഇവിടെ O മൈനസ് ഉണ്ട്, ഇവിടെ O മൈനസ് ഉണ്ട്. CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഗ്രൂപ്പാണ്. Cl ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്നും വലിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ആ O മൈനസ് എന്ന് പറയുന്ന ചാർജ് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഓൾറെഡി ഇലക്ട്രോണുകൾ അവിടെ റിച്ച് ആണ് അല്ലെ, ഇവിടെ ആ CO മൈനസ് വന്നല്ലോ, അതിൽ നിന്നും അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് അവിടെ സ്റ്റേബിൾ ആക്കി വെക്കാൻ കെൽപ്പുള്ളത് ഈ ക്ലോറിൻ ഗ്രൂപ്പിലാണ്. എന്നാൽ CH3 ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഓൾറെഡി ഇലക്ട്രോണുകൾ അവിടെ ഉണ്ട്, CO മൈനസ് ഉണ്ട്, അയോൺ അവിടെ ഉണ്ട്. എന്ത് ചെയ്യും? ഇത് അങ്ങോട്ടേക്ക് വീണ്ടും ഇലക്ട്രോണുകളെ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം സ്റ്റേബിൾ ആവില്ല, സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. പക്ഷേ ഈ ക്ലോറോ അസറ്റേറ്റ് അയോണില് സിസ്റ്റം എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അങ്ങനെ ക്ലോറോ അസറ്റിക് ആസിഡ് ആണ് കൂടുതൽ അസിഡിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോറോ അസറ്റിക് ആസിഡ് ആണ് കൂടുതൽ അസിഡിക്. എന്തിനേക്കാളും? അസറ്റിക് ആസിഡിനേക്കാളും ക്ലോറോ അസറ്റിക് ആസിഡ് ആണ് കൂടുതൽ അസിഡിക്. ഇനി ക്ലോറോ അസറ്റിക് ആസിഡിലേക്ക് കൂടുതൽ ക്ലോറിൻ വരികയാണെന്ന് വിചാരിക്കാം. മോണോക്ലോറോ, ഡൈക്ലോറോ, ട്രൈക്ലോറോ അസറ്റിക് ആസിഡുകളാണ് എന്ന് വിചാരിക്കാം. എത്രത്തോളം ക്ലോറിൻ ഗ്രൂപ്പ് വരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നോ അത് ഈ നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ഉണ്ടാവുക, പിന്നെ ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, പിന്നെ മോണോക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പോ അങ്ങനെയാണ് അതിന്റെ എന്ത് വരുന്നത്? അസിഡിക് ക്യാരക്ടർ വരുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ് അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ ഫോമിക് ആസിഡ് ഇതാണ് ഫോമിക് ആസിഡ്. അടുത്തതാണ് അസറ്റിക് ആസിഡ്. അടുത്തതാണ് പ്രൊപ്പിയോണിക് ആസിഡ്. ഓക്കെ, HCOH, CH3COH, CH3CH2COH. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുക? HCOH, CH3COH. ഇവിടെ എന്താ? എല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ കപ്പാസിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ +I എഫക്റ്റ് ആണ് വരുന്നത് അല്ലെ? ഇവിടെ +I എഫക്റ്റ് ആണ് വരുന്നത്. അപ്പൊ +I എഫക്റ്റ് ഏറ്റവും കുറഞ്ഞ ആളായിരിക്കും എന്ത് ചെയ്യുക? ആ സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാം. ഓക്കെ, +I എഫക്റ്റ് കൂടിയ ആൾ കൂടുതൽ ഇലക്ട്രോണിനെ കൊടുക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ചാർജ് വരുന്ന അയോണിനെ എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആക്കി കളയും. അപ്പൊ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ അൺസ്റ്റേബിൾ ആക്കി കളയുന്നല്ല, അതിൽ നിന്ന് H പോണല്ലോ, ആ H പോകുന്നതിൽ നിന്നും അതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, ഇതിൽ നിന്നും ഒരു H പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു H പോകണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? ഇയാൾ കൂടെ വിചാരിക്കണം. CH3 കൂടുതൽ ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഗ്രൂപ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ COH ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൂടുതൽ ഇലക്ട്രോൺ പുള്ളി ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്നു. അപ്പൊ ആർക്കാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഇവിടെ ഉണ്ടാവുക? ഫോമിക് ആസിഡിനാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക. ഓക്കെ, ഫോമിക് ആസിഡിനാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുന്നത്. റെഡി അല്ലേ? റെഡി. അപ്പോ നമ്മൾ ക്ലോറോ അസറ്റിക് ആസിഡിന്റെ കാര്യം പറഞ്ഞു, ഫോമിക് ആസിഡിന്റെ കാര്യം പറഞ്ഞു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമെറിക് എഫക്റ്റിന്റെ കേസിൽ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ഒരു റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഒരു റിയേജന്റ്, ഇതൊരു പോളാർ റിയേജന്റ് ആവട്ടെ. ഓക്കെ, ആ റിയേജന്റ് വന്ന് അവിടെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട്
ആ സിസ്റ്റത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കണ്ടെയ്ൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരു പൊളാരിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രോൺ മറിക്കൽ എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ മറിച്ചു കൊടുക്കുന്ന ഒരു എഫക്റ്റ് ആണ്. ഈ ഒരു പോളാർ റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റത്തിലെ ഇലക്ട്രോൺ ഇങ്ങനെ മറിഞ്ഞു പോകുന്നു. ഓക്കെ, ഈ സിയിലേക്കോ ആ റിയേജന്റിനനുസരിച്ച് അത് മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോണുകൾ എങ്ങോട്ടേക്കാണോ പോകുന്നത് അയാൾക്ക് എന്ത് ചാർജ് കിട്ടും? മൈനസ് ചാർജ് കിട്ടും. ഇലക്ട്രോൺ എവിടെ നിന്നാണോ പോയത് അയാൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവുള്ള ആൾക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇലക്ട്രോമെറിക് എഫക്റ്റ്. ദ ഇലക്ട്രോമെറിക് എഫക്റ്റ് റെഫേഴ്സ് ടു polarity produced in a multiple bonded compound as it is approached by a reagent. ഓക്കെ, ഒരു റിയേജന്റ് വരുന്നത് കൊണ്ട് ഒരു സിസ്റ്റത്തിന് ഉണ്ടാവുന്ന പ്രയാസമാണ് എന്ത്? പ്രയാസമല്ല, അതിനുണ്ടാവുന്ന ആ റിയേജന്റ് കൊണ്ടുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ആണ് എന്ത്? ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ മറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒരു റിയേജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു സിസ്റ്റത്തിൽ റിയേജന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്? ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒരു ടെമ്പററി എഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി എന്താണ് ഈ ടെമ്പററി എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സംഭവം ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. ഈ സിസ്റ്റത്തിൽ പൈ ഇലക്ട്രോണുകൾ നിർബന്ധമാണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നിർബന്ധമായിട്ടും ഈ സിസ്റ്റത്തിൽ വേണം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പൈ ഇലക്ട്രോൺ ഓൺലി ഒക്കേഴ്സ്. ഓക്കെ, അത് ഒരു സിസ്റ്റത്തിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്താണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓൺലി ഇൻ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഈ എഫക്റ്റ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പ്ലസ് ഇ എഫക്റ്റ്, മറ്റൊന്ന് മൈനസ് ഇ എഫക്റ്റ്. ഐ എഫക്റ്റ് പ്ലസ് ഐ എഫക്റ്റും ഉണ്ട്, മൈനസ് ഐ എഫക്റ്റും ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്ലസ് ഇ എഫക്റ്റും മൈനസ് ഇ എഫക്റ്റും എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് ഇ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് if electron pair shifted towards the site where attacking reagent to be attached എന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു സി ഡബിൾ ബോണ്ട് സി ഉണ്ട്. ഓക്കെ, ഇവിടെ വൈ എന്ന് പറയുന്ന വൈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈലാണ്. പ്ലസ് ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്ന ആൾക്കാരെ ഇലക്ട്രോഫൈൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രോഫൈൽ, ഇതല്ലെങ്കിൽ പ്ലസ് സി എഫക്റ്റ് നമുക്ക് എങ്ങനെ പറയാം? ഒരു ഇലക്ട്രോഫൈൽ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോഫൈൽ എവിടെ അറ്റാച്ച് ചെയ്യുന്നുവോ, അതായത് ഇങ്ങനെയാണ് ഇലക്ട്രോൺ പുഷിംഗ് ഉണ്ടായിട്ടുള്ളത്, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ ഇലക്ട്രോഫൈൽ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ആ ഇലക്ട്രോഫൈല് ഇവിടെ മൈനസ് ചാർജ് വരും. ആ എവിടേക്കാണോ ഇലക്ട്രോൺ പോയത് അവിടെ മൈനസ് ചാർജ് വരും. അവിടെ വന്ന് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈ വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്? പ്ലസ് സി എഫക്റ്റ്. അതായത് ഇലക്ട്രോൺ പെയർ എങ്ങോട്ടേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അവിടേക്കാണ് ഇത് വന്ന് അറ്റാക്ക് ചെയ്തത്, റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്തത്, റിയേജന്റ് വന്ന് അറ്റാച്ച് ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇതിനെയാണ് പ്ലസ് ഇ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മൈനസ് ഇ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ഉണ്ട് എന്ന് കരുതുക. സി ഡബിൾ ബോണ്ട് സി. ഓക്കെ, ഒരു ന്യൂക്ലിയോഫൈൽ സെഡ് മൈനസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈൽ ഉണ്ട് എന്ന് കരുതുക. സെഡ് മൈനസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈല് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു. ഈ ന്യൂക്ലിയോഫൈല് ഈ സിസ്റ്റത്തിൽ, അതായത് ഇവിടെ ഒരു ഇലക്ട്രോൺ പുഷിംഗ് ഉണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരാൾക്ക് പ്ലസ് ചാർജും മറ്റേ ആൾക്ക് മൈനസ് ചാർജും വരുന്നു. അപ്പോൾ ഈ സെഡ് മൈനസ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഈ പ്ലസ് ചാർജ് ഉള്ള സ്ഥലത്ത് പോയിട്ടല്ലേ അറ്റാക്ക് ചെയ്യുക. മൈനസ് ഉള്ള ഇടത്തേക്ക് പോവില്ല, റിപ്പൽ ചെയ്യുമല്ലോ എന്നൊരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ന്യൂക്ലിയോഫൈൽ നേരെ പോയി പോസിറ്റീവ് ചാർജിൽ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സി സെഡ് സി മൈനസ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനസ് ഇ എഫക്റ്റ്. ഇഫ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റഡ് എവേ ഫ്രം ദ സൈറ്റ് വേർ അറ്റാക്കിംഗ് റിയേജന്റ് ടു ബി അറ്റാച്ച്ഡ്. ഓക്കെ, അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്ത സ്ഥലം എവിടെയാ? പ്ലസ്സിലാ. ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ആയത് ആ പ്ലസ്സിൽ നിന്നും അങ്ങോട്ടേക്കാണ് പോയത് അല്ലെ.
അപ്പോൾ ഷിഫ്റ്റഡ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റഡ് എവേ ഫ്രം ദ സൈറ്റ് വേർ അറ്റാക്കിംഗ് റിയേജന്റ് ടു ബി അറ്റാച്ച്ഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈനസ് ഇ എഫക്റ്റ് എന്ന് പറയുന്നത്.